പ്രിയപ്പെട്ടവരെ, ബെർലിനിൽ എത്തിയിട്ട് ആദ്യം ഞങ്ങൾ ബ്രാൻഡൻബർഗ് ഗേറ്റ് കാണാൻ പോയി. ആ ദിവസം ഈ കാഴ്ചകളൊക്കെ കണ്ട് കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ അന്ന് സമയമില്ലാത്തതുകൊണ്ട് പിറ്റേ ദിവസം ബസ്സിൽ ഞങ്ങൾ 100-ാം നമ്പർ ബസ്സിൽ കയറി ബെർലിനിൽ വീണ്ടും എത്തി. അപ്പോൾ അവിടെ തലേ ദിവസം ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് ബസ്സും ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ബസ് കയറി ഞങ്ങൾ പാർലമെൻറ്റ് കാണാൻ വേണ്ടി നേരത്തെ പോയി. കാരണം അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് നീച്ചയുടെ വീട്ടിലേക്ക് പോകാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ വന്നത്. ഇപ്പം ബസ്സിലെ യാത്ര എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. കാരണം 100-ാം നമ്പർ ബസ് വരുന്നതും അതിൻ്റെ പോസ്റ്റിന് താഴെ കാത്തു നിന്നതൊരനുഭവമാണ്. ഇപ്പോൾ ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിലെത്തിയപ്പോൾ എനിക്ക് ഏറ്റവും ആകാംക്ഷയുണ്ടായിരുന്നൊരു സ്ഥലങ്ങളിൽ ഒന്നാണ് ജർമ്മൻ പാർലമെൻറ്റ്, റൈഷ്ടാഗ്. ഈ ചരിത്ര പ്രസിദ്ധമായ കെട്ടിടം 1894 കേട്ടോ നിർമ്മിക്കപ്പെട്ടത്. പിന്നീട് 2-ാം ലോകമഹായുദ്ധ കാലത്ത് ഇത് ഗുരുതരമായി തകർന്നു. ജർമ്മനിയുടെ വിഭജനത്തിനും പുനരേകീകരണത്തിനും ഈ കെട്ടിടം ഒരു നിശബ്ദ സാക്ഷിയായി നിൽക്കുകയായിരുന്നു എന്ന് എനിക്ക് തോന്നി. 1999 മുതൽ ജർമ്മൻ പാർലമെൻറ്റായ ബുണ്ടേസ്റ്റാഗ് ഇവിടെ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റൊരു കാഴ്ചയുണ്ടായിരുന്നു. നിരവധി വിദ്യാർത്ഥികളെ അധ്യാപകർ ഇവിടെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം, കെട്ടിടത്തിൻ്റെ ചരിത്രവും ജർമ്മൻ ജനാധിപത്യത്തിൻ്റെ പ്രവർത്തന രീതിയും പഠിക്കുകയായിരുന്നു അവർ. കാരണം ഒരു രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് എന്നത് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള സ്ഥലം മാത്രമല്ല, ജനാധിപത്യത്തെ നേരിട്ട് പഠിക്കാനുള്ള ഒരു ക്ലാസ് മുറിയാണെന്ന് ആ കാഴ്ച എന്നെ ഓർമ്മിപ്പിച്ചു. പിന്നെ സമയം കുറവായതുകൊണ്ട് അകത്ത് കയറി പെർമിഷനൊക്കെ നേരത്തെ വാങ്ങണമല്ലോ. പെർമിഷൻ വാങ്ങി അകത്ത് കയറി കാണാൻ സാധിച്ചില്ല. എങ്കിലും പുറത്തു നിന്ന് ഈ മഹത്തായ കെട്ടിടത്തെ കാണുമ്പോൾ ചരിത്രവും ജനാധിപത്യവും ഒരുമിച്ച് സംസാരിക്കുന്ന പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. റൈഷ്ടാഗിൻ്റെ മുകളിലെ പ്രശസ്തമായ ഗ്ലാസ് ഗുംബദ് ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്നു. ജനപ്രതിനിധികൾ പ്രവർത്തിക്കുന്ന സഭാമുറിക്ക് മുകളിലായാണ് ഈ ഗ്ലാസ് ഗുംബദ് സ്ഥാപിച്ചിരിക്കുന്നത്. ഭരണകൂടം ജനങ്ങൾക്ക് മുൻപിൽ സുതാര്യമായിരിക്കണം എന്ന ആശയത്തിൻ്റെ ശക്തമായ പ്രതീകമാണത് എന്നാണ് എനിക്ക് തോന്നിയത്. ബെർലിൻ സന്ദർശിക്കുന്നവർ ബ്രാൻഡൻബർഗ് ഗേറ്റിനോടൊപ്പം തന്നെ ഈ പാർലമെൻറ്റ് കെട്ടിടവും തീർച്ചയായിട്ടും കാണണം കേട്ടോ. ജർമ്മനിയുടെ ചരിത്രവും ജനാധിപത്യത്തിൻ്റെ ശക്തിയും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന അപൂർവ സ്ഥലമാണിത്. ഞാൻ ഈ കാഴ്ചകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് മടങ്ങിയത്. അടുത്ത തവണ വരുമ്പോൾ തീർച്ചയായും പാർലമെൻറ്റിൻ്റെ അകത്തളങ്ങളും ഗ്ലാസ് ഗുംബദും സന്ദർശിക്കണമെന്ന ആഗ്രഹം ബാക്കി. ഇനി അടുത്ത കാഴ്ചകളുമായിട്ട് പിന്നെ കാണാം കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.